ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നൈറ്റ് പറവപ്രാവുകളെ നൈറ്റ് പറക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നൈറ്റ് പറപ്പിക്കാനായിട്ട് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, എങ്ങനെ നൈറ്റ് പറപ്പിച്ചിറക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പകല് പറത്തി വെച്ച പ്രാക്കള്, ഇതുവരെ നൈറ്റ് പറപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് ലോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നൈറ്റ് പറപ്പിക്കാനായിട്ടുള്ള എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ കഴിയില്ല. പറപ്പിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും, ചിലപ്പോൾ ഈ പറപ്പിക്കുന്നത് കാണാം, പക്ഷെ അത് എങ്ങനെ ട്രെയിനിങ് കൊടുത്താണ് അവർ ഈ നൈറ്റിലോട്ട് ഇതിനെ പറപ്പിച്ച് കയറ്റുന്നത് എന്നുള്ളതൊക്കെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ലോഫ്റ്റിലുള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരമാവും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പകല് പറപ്പിച്ച് വെച്ച പ്രാക്കളെ, പകലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 4 മണിക്കൂറോ 5 മണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ള് പറപ്പിച്ച പ്രാക്കളുണ്ടാവും. പഞ്ചായത്തിനായിട്ടൊക്കെ ഈ ടൂർണമെന്റ് ബേസ് ചെയ്ത് ചിലവർ എല്ലാവരും ഇതുപോലെ നല്ല ടൈമൊക്കെ പറപ്പിച്ച് വെട്ടിവെച്ച പ്രാവുകളൊക്കെ ആയിരിക്കും. അതിന് ഈ വെട്ടിവെച്ച പ്രാവുകൾക്ക് ചിറവ് കൊടുത്ത് വീണ്ടും നമ്മൾ ഡേയിലോട്ട് കുറച്ച് പറവ് പറന്നതിന് ശേഷം മാത്രം അതിന് ഫുള്ള് പകല് പറപ്പിച്ച പ്രാവാനെയാണ് വെട്ടിവെച്ചിരുന്നത്, അല്ലെങ്കിൽ 3-4 മണിക്കൂർ പറപ്പിച്ച പ്രാക്കളെ തന്നെ വെട്ടിവെച്ചിരിക്കുന്ന പ്രാക്കളുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള പ്രാവുകൾ, ഇതിൽ മെയിനായിട്ട് നൈറ്റ് പറക്കാൻ കഴിവുള്ള ഐസിനുള്ള പ്രാവുകൾ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അതിനെ ഒരു ചിട്ടായ രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് ലോഫ്റ്റിൽ ഇറക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലാത്ത പ്രാക്കള് അതിന്റെ തായ് വഴിയിൽ, അതായത് അതിന്റെ ബ്ലഡ് ലൈനിൽ എത്രത്തോളം നൈറ്റ് ഫ്ലൈയിങ് കറക്റ്റായിട്ട് കഴിവുള്ള, അതായത് നൈറ്റ് പറക്കാൻ കഴിവുള്ള ഐസിനുള്ള കണ്ണുകളാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച ഈ എടുത്ത് കുഞ്ഞന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ടിലോട്ട് അവരെ പറത്തി ഇറക്കാനായിട്ട് കഴിയുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മുന്നേ എടുത്ത കുട്ടികൾ പറപ്പിച്ചിട്ടുള്ള ആൾക്കാർ തന്ന, അതല്ലെങ്കിൽ നൈറ്റ് പറക്കും, ഇതിന്റെ കുട്ടികൾ നൈറ്റ് പറക്കും എന്ന് പറഞ്ഞ് തന്ന ഏതെങ്കിലും നല്ല ലോഫ്റ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന കുട്ടികളാണെങ്കിൽ അത് നമുക്ക് ധൈര്യമായിട്ട് പറത്താം. അതായത് അത്രയും ഗ്യാരണ്ടി ഉള്ള ഒരാളാണ് തരുന്ന ഒരു പ്രാവാണെങ്കിൽ പറത്താം. ഞാൻ ഈ പറയുന്നത് നമ്മൾ അറിഞ്ഞുകൂടാതെ സെറ്റിട്ട പ്രാക്കള് പറവ ലൈൻ ആയതുകൊണ്ട് പ്രാക്കള് പറക്കാം, പക്ഷെ അത് നൈറ്റിലോട്ട് എത്രത്തോളം നമുക്ക് കൺട്രോൾ ആയിട്ട് പറക്കും എന്നുള്ളത് അതിന്റെ തായ് വഴികൾ പറപ്പിച്ച് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ, പുതിയ സെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം ചെറിയ പാളിച്ചകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തന്നതുപോലെയൊക്കെ ചെയ്തിരുന്നാലും ചിലപ്പോൾ അത് 100% സക്സസ്ഫുൾ ആവണമെന്നില്ല. കാര്യം നൈറ്റ് വിഷൻ ഉള്ള, നൈറ്റ് പറക്കാൻ കഴിവുള്ള ഒരു പ്രാവിന് മാത്രമേ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ പറയുന്ന ലെവലിലുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ ചിട്ടയിൽ ലോഫ്റ്റിൽ റിട്ടേൺ ഇറങ്ങുകയും കറക്റ്റായിട്ട് പറക്കുകയും ചെയ്യുള്ളൂ. ടൈമിന് നമുക്ക് അത് കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലോട്ട് വരണമെങ്കിൽ ആ പ്രാവുകൾ നൈറ്റ് പറക്കാൻ നല്ല മെമ്മറിയും കാര്യങ്ങളൊക്കെ ഉള്ള പ്രാവിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പ്രാക്കളെ നമുക്ക് 100% കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് ചിട്ടയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. മാക്സിമം നല്ല പ്രാവുകൾ, അത് നമുക്ക് ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നല്ല പ്രാവുകളും അല്ലാത്ത പ്രാവുകളും അറിയാൻ പറ്റും. ഇപ്പൊ കണ്ണ് നോക്കാൻ അറിയില്ല, ഇനി ഈ കണ്ണിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, കണ്ണ് നോക്കി മനസ്സിലാക്കി നൈറ്റ് പറക്കോ ഇല്ലയോ എന്ന് അറിയാത്തവർക്കും ഇത് പരീക്ഷിക്കാം. പക്ഷെ അത് 100% സക്സസ്ഫുൾ ആവില്ല. അത് കറക്റ്റായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കുക, അത് നൈറ്റ് പറക്കാൻ നന്നായിട്ട് കഴിവുണ്ട്, അത് കറക്റ്റ് ടൈമിന് ഓടി വരുന്നുണ്ട്, കറക്റ്റായിട്ട് ഇറങ്ങുന്നെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അതിനെ ട്രെയിൻ ചെയ്ത് ഓടിക്കാം. അല്ലാത്ത പ്രാവുകൾ ചില ഇതൊക്കെ കാണിക്കും, അതായത് പ്രാവുകള് മിസ്സായാലും മിസ്സാവുന്നത് ഒരു വിഷയമല്ല, മിസ്സായി കഴിഞ്ഞാലും പ്രാവുകൾ വീണ്ടും കറക്റ്റായിട്ട് പിറ്റേ ദിവസം രാവിലെ എത്തും. അടുത്ത നൈറ്റ് നമ്മൾ ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് അത് 1-2 തവണ മിസ്സായാലും അല്ലെങ്കിൽ മാറി ഇറങ്ങുക എന്ത് ചെയ്താലും അത് ക്ലിയർ ആയി വരും, അത് വിഷയമില്ല.
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് പക്ക കറക്റ്റ് ആയിട്ട് ഇറങ്ങുന്നെങ്കിൽ ആ പ്രാവിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അല്ലാത്ത പ്രാവുകളെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. 1, 2, 3, 4 പറവൊക്കെ കൊടുത്തു നോക്കുക. അപ്പം ഐസൈനിൽ നൈറ്റ് വിഷൻ, അതായത് നൈറ്റ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത പ്രാവുകൾ ഒരു കാരണവശാലും കറക്റ്റ് ആയിട്ട് പറക്കൂല. 1, 2, 3, 4 അല്ലെങ്കിൽ 5 പറവ തന്നെ കൊടുത്തിരുന്നാലും അത് കറക്റ്റ് ആയിട്ട് പറക്കൂല. ചിലപ്പം പകൽ പറന്നുള്ള എക്സ്പീരിയൻസിന്റെ പുറത്ത് അത് കുറച്ച് സമയമൊക്കെ ചിലപ്പം നമ്മുടെ ലോഫ്റ്റ് ചുറ്റിപ്പറ്റി കുറച്ച് റൗണ്ടൊക്കെ അടിക്കും. അതിന്റെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നിട്ട് നേരെ താഴോട്ട് വരും. അങ്ങനെയുള്ള പ്രാവുകൾ പിന്നെ തീരെ ബുദ്ധിമുട്ടി അതിനെ പറത്താൻ നിൽക്കരുത്. കാര്യം ഒന്നിൽ ആ പ്രാവുകൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല രീതിക്ക് പറന്നിറങ്ങുന്ന പ്രാവുകൾ അത് ചുറ്റിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ചുറ്റിക്കുമ്പോൾ അല്ല, പറത്തിയ പ്രാക്കളെയാണ് നമ്മൾ പറപ്പിക്കുന്നത്. അപ്പൊ ചുറ്റിക്കുന്ന സമയം എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ചുറ്റിക്കലല്ല, നൈറ്റ് ഒന്ന് നമ്മൾ പറത്തി ഇറക്കുമ്പോഴുള്ള ആ ടൈമിന് പ്രാവുകൾ വ്യത്യാസം മനസ്സിലാവും. അങ്ങനെയുള്ള പ്രാവുകളെ ഞാൻ ഈ പറയുന്ന പ്രകാരം ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ട്രെയിനിങ് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഈ പ്രാവുകളെ ഹവായി കൂട്ടിൽ ആദ്യം നമ്മൾ മോഡ് കാണിക്കാനായിട്ട് ഇടുന്ന ആ ഒരു ഹവായി കൂട്ടിൽ എങ്ങനെയാണ് ഇടുന്ന ആ സെറ്റപ്പിൽ തന്നെ പ്രാക്കളെ എന്ത് ചെയ്യുക, നൈറ്റ്, അതായത് രാത്രി ലൈറ്റ് താഴെയും, അതായത് നമ്മൾ ലോഫ്റ്റ് കാണുന്ന താഴെ ലോഫ്റ്റ് ഉള്ളവരായിരുന്നാലും ഇനി ടെറസിലായിരുന്നാലും കറക്റ്റായിട്ട് ലോഫ്റ്റ് കാണുന്ന വിധത്തിൽ ലൈറ്റ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുക. ഒരു ലൈറ്റ് ഹാലജന അല്ലെങ്കിൽ 50 വാട്ട്സിന്റെ ഒരു ഹാലജന ആയാലും മതി, ഉള്ളതുപോലെ അവർക്ക് എങ്ങനെയാണ് ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ആ തരത്തിൽ. എന്നാൽ നല്ല ലോഫ്റ്റ് കംപ്ലീറ്റ് കാണണം. ആ ഒരു ലെവലിൽ മുകളിലോട്ട് പ്രകാശം അടിക്കാതെ ആദ്യം താഴത്തെ പ്രകാശം തന്നെ ഇട്ട് ലൈറ്റ് കാണിച്ചു കൊടുക്കുക. പ്രാക്കളെ പിന്നെ നെറ്റിംഗ് കൂടുതലിട്ട് മുകളിൽ നമ്മൾ ചിലപ്പോഴ് ശത്തിരീരെ തൊട്ട് താഴെ കെട്ടി വലിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് മുകളിൽ സ്റ്റാൻഡിന്മേ കയറി നിന്നിട്ട് വെക്കലായിരിക്കും. എങ്ങനെയായിരുന്നാലും പ്രാവുകളെ നൈറ്റ് ഒരു 2-3 മണിക്കൂർ നമ്മൾ നൈറ്റ് പറപ്പിക്കാതെ ഈ എങ്ങനെ പകല് നെറ്റിംഗ് കൂടിൽ ഇട്ടിട്ടുണ്ടോ അതേ കണക്കിന് പ്രാക്കളെ ഈ വലക്കൂട്ടിൽ അല്ലെങ്കിൽ നെറ്റിംഗ് കൂട്ടിൽ അല്ലെങ്കിൽ ഹവായി കൂട്ടിൽ ഇട്ട് പ്രാവിനെ നൈറ്റ് ഒരു 3 മണിക്കൂർ ഈ ലൈറ്റ് ഇട്ട് വെച്ച് പ്രാവുകളെ ഏരിയ നൈറ്റ് ഒന്ന് കാണിക്കുക. പകല് കാണുന്ന തരത്തിലായിരിക്കില്ല നൈറ്റ് അവിടുത്തെ വ്യൂ. നൈറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതിലായിരിക്കും അവർക്ക് കാണുക. കളറുകളായിരുന്നാലും ഇരുട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പ്രാവിന് കാണാൻ സാധിക്കുക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, മുകളിലോട്ട് നമ്മൾ ഹാലജൻ അല്ലെ LED ലൈറ്റ് അടിക്കുന്നത് ഒരിക്കലും പ്രാവിന് കാണാനല്ല. പ്രാവ് അതൊരു സിഗ്നൽ ആവും, ഓക്കെ. പക്ഷെ പ്രാവിന് പറക്കാൻ എത്ര ലോങ്ങിൽ പോകുന്ന പ്രാവ് ഈ ഒരു പ്രകാശം നമ്മളെ ലോഫ്റ്റിന് അടുത്താണുള്ളത്. അപ്പൊ അത് കണ്ടിട്ടല്ല പ്രാവ് പറക്കണത്, ആ വെട്ടത്തിലും അല്ല പ്രാവ് പറക്കണം. ചിലവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പ്രാവിന് കാണാനാണ് മുകളിലോട്ട് ലൈറ്റ്, നമ്മൾ ഫോക്കസ് ലൈറ്റ് മുകളിലോട്ട് അടിക്കുന്നത്. ഒരിക്കലും നമുക്ക് പ്രാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഫോക്കസ് ലൈറ്റ് മുകളിലോട്ട് നമ്മൾ ഓണാക്കി വെക്കുന്നത്. ഒരിക്കലും പ്രാവിന് അതൊരു വിഷയമല്ല. പ്രാവ് നല്ല മെമ്മറിയുള്ള നൈറ്റ് പറക്കാൻ കഴിയുള്ള പ്രാവുകൾ കറക്റ്റായിട്ട് ഈ ലൈറ്റ് അടിച്ചില്ലെങ്കിലും താഴത്തെ വെട്ടത്തിൽ അത് കറക്റ്റായിട്ട് നമ്മളെ ലോഫ്റ്റിൽ ഇറങ്ങും. അതുകൊണ്ട് ഈ ലൈറ്റ് കണ്ട് പ്രകാശത്തിൽ ആദ്യം ആദ്യമായിട്ട് നൈറ്റ് പറപ്പിക്കുന്ന പ്രാവുകൾ ഈ ലൈറ്റിന്റെ പ്രകാശം കണ്ട് പേടി മാറാനായിട്ട് ഈ ലൈറ്റ് ഒന്ന് ഓണാക്കി വെച്ചിരിക്കും. നമ്മൾ പറത്തുന്നതിന് മുന്നേ ഈ നെറ്റും കൂടുതൽ ഇടുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റ് കൂടെ ഒന്ന് ഓണാക്കി വെക്കേണ്ട നിർബന്ധമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രാവിനെ എടുത്ത് പറത്തിയതിന് ശേഷം ലൈറ്റിന് അല്ലെങ്കിൽ ഇരുട്ട് കയറി 7 മണി കഴിഞ്ഞ് 7:45 അപ്പോൾ ഇരുട്ടായി ലൈറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് പ്രാവ് തെറിക്കും. നെക്സ്റ്റ് പറവയിൽ അടുത്ത പറവയിൽ വീണ്ടും അതേപോലെ തന്നെ സംഭവിക്കും. ആദ്യമായിട്ടായിരിക്കും ആ ലൈറ്റ് പ്രാവ് കാണുന്നത്. നമ്മുടെ ലോഫ്റ്റിൽ ഇറങ്ങാൻ വരുന്ന ആ ലോഫ്റ്റിൽ ആദ്യമായിട്ട് ആ പ്രാവിനെ ആ പ്രകാശം കാണുമ്പോൾ പ്രാവ് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രാവ് മാറി എവിടെയെങ്കിലും പോയി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രാവിന് അതിന്റെ മെമ്മറിയിൽ ഇത് എന്റെ ലോഫ്റ്റിൽ പ്രകാശിക്കുന്ന ഒരു സാധനമാണ്, ലൈറ്റ് ആണെന്നുള്ളത് അതിന്റെ മൈൻഡിൽ കറക്റ്റായിട്ട് ഫീഡാവണം. അതിൽ ആയി കഴിഞ്ഞാൽ മാത്രമേ അതിന് ആ മെമ്മറിയിൽ അത് നോട്ടായാൽ മാത്രമേ ആ പ്രാവ് ആ വെട്ടത്തിൽ ചവിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമായിട്ട് പറപ്പിച്ച ഈ ഒരിക്കലും ലൈറ്റ് ഇട്ട് കൊടുക്കരുത്, അത് പ്രാവ് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം 3-4 ദിവസം നമ്മൾ ഒരു 2-3 മണിക്കൂറെങ്കിലും രാത്രിയിൽ ആ ലൈറ്റും കത്തിച്ചിട്ടിരിക്കുക, താഴോട്ടുള്ള വെട്ടം അടിച്ച് ഏരിയ മൊത്തം നൈറ്റ് ആ ഒരു വ്യൂ അത് മനസ്സിലാക്കണം. എന്നതിന് ശേഷം മാത്രം, അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണിക്കൂറോ അല്ലെങ്കിൽ ഫുൾ ഡേ എങ്ങനെയാന്ന് വെച്ചാൽ എത്രത്തോളം പറത്തി വെച്ചിട്ടുണ്ട് ആ പ്രാക്കളെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറപ്പിച്ച് കൊണ്ടുവരുന്ന ടൈമിൽ തന്നെ റെസ്റ്റ് ഒരു 3-4 ദിവസം റെസ്റ്റ് കൊടുത്തിട്ടായിരിക്കണം ഈ നൈറ്റ് നമ്മൾ നെറ്റും കൂടിൽ ഇടാനുള്ളത്. ആദ്യമായിട്ട് പറപ്പിക്കുന്ന പ്രാവുകളെ കാര്യമാണ് പറയുന്നത്. നെറ്റും കൂട്ടിൽ ഇട്ടുന്ന എത്ര പ്രാക്കളെ ആയിരുന്നാലും നമ്മൾ പറപ്പിക്കേണ്ട പ്രാക്കളെ നെറ്റും കൂടിൽ ഇടുക.
ഈ നെറ്റും കൂടുതൽ ഇടുന്ന ദിവസം ഒരിക്കലും എന്താക്കരുത്, പറപ്പിക്കരുത്. പ്രാവുകളെ ഒരു 3-4 ദിവസമൊക്കെ നമ്മൾ പറപ്പിക്കാണ്ട് ഈ നെറ്റും കൂടുതൽ ഇട്ടതിന് ശേഷം ലൈറ്റ് വിട്ട് നൈറ്റ് ഇരുത്തിയതിന് ശേഷം ഒരു 4 ദിവസമോ അല്ലെങ്കിൽ കഴിഞ്ഞ് 5-ാമത്തെ ദിവസം എന്ത് ചെയ്യുക, 7 മണിക്ക് നമ്മൾ പ്രാവിനെ പറപ്പിക്കുക. ഇത് നേരത്തെ നമ്മൾ പറപ്പിച്ച് കറക്റ്റ് സീറ്റിംഗ് നമ്മുടെ ലോഫ്റ്റിൽ ഇറങ്ങിയെന്ന് ഉറപ്പുള്ള പ്രാവുകളെയാണ് നമ്മൾ ഈ നൈറ്റ് പറപ്പിക്കുന്നത്. അപ്പൊ നൈറ്റ് അതിന് മുന്നേ നമ്മൾ ഈ പ്രാക്കളെ നൈറ്റ് പറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതിന് എത്രത്തോളം നൈറ്റ് പറക്കാൻ കഴിവുണ്ട്, നൈറ്റ് കണ്ണിന്റെ ആ ഒരു കാഴ്ച എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. 7 മണിക്ക് പറപ്പിക്കുക. പറപ്പിക്കുമ്പോൾ ചില പ്രാവുകൾ ആ സമയം തന്നെ നല്ല രീതിക്ക് പകൽ പറന്നതുപോലെ അങ്ങ് പറക്കാൻ തുടങ്ങും. ചില പ്രാവുകൾ ചുറ്റി കറങ്ങി വീണ്ടും പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിലോട്ടോ അല്ലെങ്കിൽ ടെറസിലോ വന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടുത്ത ദിവസം അന്ന് വീണ്ടും അതിനെ വിരട്ടാൻ നിൽക്കരുത്. അടുത്ത ദിവസം വീണ്ടും ആ പ്രാവുകളെ പറപ്പിച്ചു പോകുക. ഇങ്ങനെ പറപ്പിക്കുമ്പോൾ, ഇത് ഞാൻ പറയാൻ കാര്യം അറിഞ്ഞുകൂടാത്തവർക്ക്, നൈറ്റ് എങ്ങനെയാണ് പറക്കുന്ന കണ്ണ് നോക്കാൻ അറിയാത്തവർക്കാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ 2-3-4 ദിവസം നോക്കിയിട്ടും ആ പ്രാവ് മൂവിങ് ഇല്ലെങ്കിൽ അതിനെ എന്തായാലും മാറ്റുക, വീണ്ടും അതിനെ പറപ്പിക്കാൻ നിൽക്കേണ്ട. പറക്കുന്ന പ്രാവുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആ പറന്ന് പോകുന്ന പ്രാവുകൾ കറക്റ്റായിട്ട് ഈ ലൈറ്റ് ഒന്ന് ഇട്ട് ആ പ്രാവുകളെ അതേ ലൈറ്റിൽ തന്നെ ഒന്ന് പറത്തുക. ഈ പറപ്പിക്കുന്ന ദിവസം 7 മണിക്ക് കറക്റ്റായിട്ട് ലൈറ്റ് ഇട്ടിരിക്കും. ലൈറ്റ് ഇടാതെ ഒരിക്കലും പറത്തുക. ആ ലൈറ്റ് ഇട്ടിട്ട് ആ ലൈറ്റ് കണ്ട് തന്നെ പ്രാവ് പൊങ്ങി ഹൈറ്റിലോട്ട് പോകണം. അങ്ങനെ പറന്ന് കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ ലോഫ്റ്റ് തുറക്കുക. ലോഫ്റ്റിൽ കറക്റ്റായിട്ട് താഴോട്ട് കംപ്ലീറ്റ് നല്ല രീതിക്ക് കാണത്തക്ക ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം പ്രാവുകളെ പറപ്പിക്കാൻ തുടങ്ങുക. അപ്പോൾ താഴോട്ട് ഈ വെട്ടം അടിക്കുന്നതുകൊണ്ട് നമ്മളെ വെള്ള പ്രാവുകളെ, അതായത് വെട്ട് പ്രാക്കളെ ഈ പറന്ന് ഒരുപാട് സമയം നമ്മൾ നൈറ്റ് പറവ കണ്ട് രസിച്ച് നിൽക്കരുത്. പ്രാവുകൾ പറക്കുന്ന പ്രാവുകൾ ഒരു പകൽ ചുറ്റിക്കുമ്പോൾ തന്നെ ഒരു 3-4-5 പറവ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പറക്കുമ്പോൾ താഴെ വെട്ടിടുക. വെട്ട് കണ്ട് പ്രാവുകളെ ഇറക്കി ശീലിക്കണം. പ്രാവ് വെട്ട് കണ്ട് നൈറ്റ് ഈ പകൽ ഇരുത്തം പോലെ പകൽ നമ്മൾ എങ്ങനെ വെട്ട് പ്രാവുകളെ ഇട്ട് ചവിട്ടിക്കുന്നു, അതുപോലെ നൈറ്റും അവരെ കറക്റ്റായിട്ട് ആ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ടെറസിൽ ഇറക്കി ശീലിക്കും. അതൊരു 3-4 ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഒരുപാട് ടൈം വിടാതെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ അത് അങ്ങനെ വലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ വരുന്ന ആ സമയം നോക്കി നമ്മൾ പ്രാക്കളെ ഒന്ന് ലോഫ്റ്റിൽ തട്ടി വരട്ടി കാണിച്ച് പ്രാക്കളെ ഇരുത്തി ശീലിക്കുക. പ്രാക്കൾ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പൊ 2 പ്രാവിനെയാണ് വിട്ട്, രണ്ടും കറക്റ്റായിട്ട് ഓക്കെ ഇറങ്ങി തന്നു. ഒന്ന് ആദ്യം അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറങ്ങി വെട്ട് കണ്ട് ഇറങ്ങിയതിന് ശേഷം മാത്രം അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടൈം മുന്നോട്ട് ടൈമിലോട്ട് കൊണ്ടുപോകും. ആദ്യത്തെ ദിവസം തന്നെ പ്രാവിനെ പറത്തിയിട്ട് അരമണിക്കൂറോ 3/4 മണിക്കൂറോ പറക്കട്ടെ, നമ്മൾ ഇവിടെ ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ അതിനെ നോക്കി രസിച്ച് നിൽക്കരുത്. കാരണം ഞാനിത് പറയാൻ കാര്യം, പ്രാവ് പറക്കും, ചിലപ്പോൾ ലോഫ്റ്റിൽ തന്നെ ഇറങ്ങും. അതല്ല, നമ്മൾക്ക് ഈ വെട്ടിന് പ്രാക്കളെ ഇറക്കി ശീലിച്ചാലേ നൈറ്റ് ടൈം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ടൈമിലോട്ട് വരുത്തണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉടനെ തന്നെ ഇറക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാവ് പറന്ന് ആ ഒരു ഇതിൽ മിസ്സാവാനും ചാൻസ് കുറവാണ്. അപ്പോഴേ നമുക്ക് ലോഫ്റ്റിൽ ഇറക്കാനും എളുപ്പമാണ്. അതേസമയം പറന്ന് അതൊരു നൈറ്റ് പറവയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ മിസ്സാവുകയോ മാറി ചവിട്ടാനുള്ള ചാൻസ് വരും. അത് വരാതെ ഇരിക്കാനായിട്ടാണ് ഉടനെ തന്നെ വെട്ടിട്ട് മാക്സിമം പ്രാവുകളെ തട്ടി വരട്ടി കാണിച്ച് പ്രാവിനെ നൈറ്റ് ഇറക്കി കൺഫേം ആയതിനു ശേഷം ഒരു 3-4 പറവ അങ്ങനെ തന്നെ കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് 15 മിനിറ്റ് അങ്ങനെ കൂടി അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയി വെട്ടിന് ഇറങ്ങി കൺഫേം ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈ 7 മണിക്ക് വിട്ട പ്രാവുകളെ കറക്റ്റായിട്ട് നൈറ്റ് എത്രത്തോളം ടൈം നമുക്ക് കിട്ടും ആ സമയത്ത് പതുക്കെ ഇറക്കുക. കാര്യം ഇത് പകല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണിക്കൂർ പറത്തിയ പ്രാവായിരുന്നാലും അത് നിങ്ങൾക്ക് ഓരോരുത്തരും എത്ര ടൈം പറത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്കറിയാം. 5 മണിക്കൂർ പറത്തിയ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഒരു 10 മണിക്കൂർ പറന്ന പ്രാവായിരിക്കും. അപ്പൊ ആ ഒരു ടൈം നമ്മൾ ഈ നൈറ്റിൽ ആ ഒരു ടൈം അങ്ങോട്ട് കയറ്റുക. ഇത് അൺലിമിറ്റഡ് പറപ്പിക്കാനാണെങ്കിൽ ഈ 10 മണിക്കൂറൊക്കെ ഇപ്പോൾ ഉദാഹരണം പറയാം, 10 മണിക്കൂർ പറപ്പിച്ച പ്രാവ് 7 മണിക്ക് വിട്ടാൽ അത് നൈറ്റ് ഫ്ലൈയിങ് കറക്റ്റ് കണ്ണൊക്കെ കാഴ്ച ഉള്ളവർ, നൈറ്റ് പറക്കാൻ കഴിവുള്ള ഒരു പ്രാവാണെങ്കിൽ അത് നേരെ പറന്നിട്ട് ചിലപ്പോൾ ഒരു 1-2 ദിവസം ഒന്ന് നൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് ചെയ്തൊന്ന് ഇറങ്ങി കിട്ടും. പക്ഷെ 3-4 പറവകളിൽ അത് ഈ പറന്ന പറവ ബോഡിയിൽ അത്രത്തോളം സ്റ്റാമിന ഉള്ള ഒരു പ്രാവാണ്. അത്രയും പറന്ന് കഴിഞ്ഞ പ്രാവായതുകൊണ്ട് ആ ടൈം കൂടുതൽ അത് പറക്കും. എന്നാൽ നൈറ്റ് ആകുമ്പോൾ അത് വെയിലിന്റെ ഒരു പ്രശ്നം കൂടെ കുറവായത് കാരണം കൂടുതൽ പറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രാവൾ ടൈമിന് ഇറങ്ങി വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാവുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം ഒരു 7 മണിക്ക് വിടുന്ന പ്രാവുകളെ 7 മണി എന്നുള്ളത് നൈറ്റിലോട്ട് നമ്മൾ ആദ്യം പറത്തുമ്പോൾ 7 മണിക്ക് തന്നെ വിടുക. കാര്യം എങ്കിലും ഇരുട്ടത് അത് പറക്കുള്ളൂ, ആ ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവരെ നമ്മൾ പകലിൽ നിന്ന് ഇരുട്ടിലോട്ട് തന്നെ കയറ്റണം.
ഒരിക്കലും ഇരുട്ടത്ത് മാത്രം എറിഞ്ഞ് പ്രാവുകളെ ശീലിപ്പിക്കരുത്. പകലിൽ നിന്നെന്ന് പറയുമ്പോൾ ഒരു 6 മണി, അതായത് സൂര്യപ്രകാശം മങ്ങി, അതായത് സന്ധ്യയാകുമ്പോൾ, എന്നാൽ എല്ലാ നമ്മളെ ആ ലൊക്കേഷനൊക്കെ നമുക്കും പ്രാവിന് നന്നായിട്ട് കാണുകയും ചെയ്യണം, എന്നാൽ ഇരുട്ടിലോട്ട് കയറുകയും ചെയ്യണം. ആ ഒരു ലെവലിൽ പ്രാക്കളെ പകലിൽ നിന്ന് ഇരുട്ടിലോട്ട് ഒരു 6 മണിക്ക് 6:30 മണിയോ, എന്നാൽ നല്ല ഇരുട്ടല്ലാത്ത ടൈമിൽ നിന്ന് കയറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ മാസത്തിന് അനുസരിച്ച്, അതാണ് ഞാൻ സമയം കറക്റ്റ് ചെയ്ത് പറയാത്തത്. ഓരോ മാസത്തിനനുസരിച്ച് ഇരുട്ട് നേരത്തെ വരുന്ന സമയം ഉണ്ടാവും, ഇരുട്ട് താമസിച്ച് വരുന്ന സമയം ഉണ്ടാവും. അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പൊ ഈ കൂടുതലും ഈ ടൂർണമെന്റ് സീസണൊക്കെ വരുമ്പോൾ ഇരുട്ട് താമസിച്ചാണ് വരുന്നത്. 6:45, 7 മണിയൊക്കെ ആയി, 7 മണിക്ക് 6:55 ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇരുട്ട് വരെയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ചിലപ്പോൾ 6 മണിക്കൊക്കെ 6:15, 6:20 ആകുമ്പോൾ നല്ല ഇരുട്ട് വീഴും. അപ്പൊ അതുകൊണ്ട് സമയം നോക്കണ്ട, ആ ഒരു ടൈം എപ്പോഴാണ് നമുക്ക് ആ അന്നത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടുള്ള ടൈം അനുസരിച്ച് പ്രകാശത്തിൽ നിന്ന് പ്രാവിനെ ഇരുട്ടിലോട്ട് കയറ്റി വിടുക. എന്നിട്ട് 1 മണിക്കൂർ ആ വെട്ടുവെച്ച് ഇറക്കെ തന്നെ ചെയ്യണം. പ്രാവ് കൂടുതൽ നിൽക്കുന്നു അങ്ങനെ നിർത്തിട്ട് അത് നോക്കരുത് ഒരിക്കലും. കാരണം ഓരോ പറവയ്ക്കും ശീലം നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. ഓരോ പറവ പറക്കുന്നതിലും നമ്മളെ കറക്റ്റ് കൺട്രോളിൽ ഇറക്കി ശീലിച്ച് വരിക. അപ്പോൾ പ്രാവിന് തോന്നെ ടൈം പറക്കാൻ വലിയ നേരമൊന്നും വേണം. അപ്പൊ ആ സമയം നമുക്ക് എത്രത്തോളം നമുക്ക് വെട്ടുകൊടുത്ത് ഇറക്കി ശീലിച്ചോ അത്രത്തോളം പ്രാവ് കൺട്രോളിലും സീറ്റിങ്ങിലും ആയി വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ 3 പറവ കൊണ്ട് പ്രാവ് ഒരു 8 മണിക്കൂർ പറന്നാൽ നമുക്ക് 3 പറവയിലേ കൺട്രോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു 10 പറവ കൊണ്ടാണ് അതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ആവുന്നെങ്കിൽ അത്രത്തോളം പ്രാവിനൊരു പ്രാക്ടിക്കലായിട്ട് അതിന് കറക്റ്റായിട്ട് ഇറങ്ങി നമ്മൾ വെട്ടിട്ട് ഇറങ്ങി ശീലം വരുമ്പോൾ നല്ല കൺട്രോൾ പക്കാവും, പ്രാവ് പതിയും. ആ ഒരു ടൈമിലോട്ട് പ്രാവ് കറക്റ്റായിട്ട് പതിയും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ കൺട്രോൾ, നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് കറക്റ്റായിട്ട് പ്രാവിന് മനസ്സിലാവുകയും ആ കറക്റ്റായിട്ട് ലോഫ്റ്റിൽ തന്നെ ചവിട്ടുകയും ചെയ്യും. അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആ പ്രാവിന്റെ കൂട്ടത്ത് നമുക്ക് ഇനിയൊരു കുഞ്ഞിനെ പറത്തി ശീലിച്ച് എടുക്കാൻ പറ്റുള്ളൂ. വലിയ ലോഫ്റ്റിലൊക്കെ ഉള്ള പറത്തുന്ന ആൾക്കാർ മെയിനായിട്ട് നല്ല കൺട്രോൾ ഉള്ള പ്രാവിന്റെ കൂടെയാണ് എപ്പോഴും ഒരു പ്രാവിനെ അല്ലെ ഒരു കുഞ്ഞിനെ പറത്തി അതിനെ ചുറ്റിച്ച് കറക്റ്റ് ചെയ്ത് ഇറക്കുന്നത്. ഞാനീ പറയുന്നത് ഇത്രയും കറക്റ്റായിട്ട് പറയാൻ കാര്യം, ആദ്യമായിട്ട് പറത്തുന്നവർക്ക് അത്രയും കൺട്രോൾപരമായിട്ട് എടുത്താലേ അതുപോലെ കൺട്രോൾ ഉള്ള ഒരു പ്രാവിനെ നമുക്ക് ഉരുവാക്കി എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു പ്രാവ് നമ്മളെ ലോഫ്റ്റിൽ വന്നാലേ അടുത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഈസി ആയിട്ട് അതിൻ്റെ കൂടെ പറത്തി ഇറക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അത് എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡേയിൽ നിന്നും നൈറ്റിലോട്ട് കയറ്റണമെന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക. പകലിൽ നിന്നും നൈറ്റിലോട്ട് കയറ്റി ശീലിച്ചാലേ നമ്മൾ ഡേ പറവ കൊടുത്ത പ്രാവിന് പിന്നെ നൈറ്റിലോട്ട് കയറി പറത്തുനിന്ന് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ അത് ഇരുട്ടാകുമ്പോൾ വീണ്ടും ഇറങ്ങും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ നെറ്റിംഗ് കൂടുതൽ ഇടാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നൈറ്റിലുള്ള വ്യൂ അത് മനസ്സിലാക്കി മെമ്മറിയിൽ നോട്ട് ചെയ്താൽ പറഞ്ഞതിന് ശേഷം അവിടെ കറക്റ്റായിട്ട് നൈറ്റിൽ നമുക്ക് ആ ഒരു പകൽ പറന്നിറങ്ങിയ ഒരു ഇതായിരിക്കുമല്ലോ, ചുറ്റുപാടിലുള്ള ആ ഒരു പ്രകാശം, ആ ഒരു കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തിറങ്ങാനാണ് ഞാൻ 3 4 5 ദിവസം ലൈറ്റ് ഇട്ട് നെറ്റിംഗ് കൂടുതൽ ഇടാനായിട്ട് പറഞ്ഞത്. ഇനി ടേണിന്റെ കാര്യം പറയുകയാണെങ്കിൽ 7 മണിക്ക് വിട്ട് ചുറ്റിച്ച് പ്രാവുകളെ കറക്റ്റായിട്ട് നമ്മൾ ലോഫ്റ്റിൽ വെട്ട് കാണിച്ച് ഇറക്കി അത് കഴിഞ്ഞ് 2-3 തവണ അങ്ങനെ ചെയ്യുക. 5 മണി, അരമണിക്കൂറോ പിന്നെ 15 മിനിറ്റോ അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ പറഞ്ഞാലും ഇറക്കി ശീലിപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ടൈമിലോട്ട് കൂട്ടി കൊണ്ടുവരാനായിട്ട് നോക്കുക. ഈ ടൈം കൂട്ടുമ്പോൾ ഒരിക്കലും നൈറ്റിൽ നിന്ന് മാത്രം 7 മണിക്ക് എറിഞ്ഞ പ്രാക്കളെ മാത്രം ടൈമിലോട്ട് കൂട്ടി കൊണ്ടുവരാൻ ഒരിക്കലും നോക്കരുത്. ആ പ്രാവുകളെ ഏകദേശം 5 മണിക്ക് വിട്ട് വീണ്ടും പിന്നീട് നൈറ്റിലോട്ട് കൊണ്ടുവരിക. പകൽ നല്ല ടൈം പറഞ്ഞ പ്രാവുകളെ 5 മണിക്കൊക്കെ വിട്ടതിന് ശേഷം മാത്രം നൈറ്റിലോട്ട് കയറ്റി കൊണ്ടുവരിക. അപ്പോൾ നൈറ്റിൽ എത്രത്തോളം പറക്കുന്നു അതനുസരിച്ച് നമുക്കിപ്പോൾ ഒരു പ്രാവ് അൺലിമിറ്റഡ് ഒരു 18-20 പറക്കുന്ന പ്രാവുകളല്ല ആയിരിക്കുമല്ലോ എല്ലാവരെയും കൂട്ടിലുള്ളത്. അത്യാവശ്യം ഒരു 14-15 ഒക്കെ നമുക്ക് പറപ്പിക്കാം. അത്രയ്ക്കുള്ള ഒരു കഴിവുള്ള ഒരു പ്രാവാണ് നമ്മളെ ലോഫ്റ്റിലുണ്ടെങ്കിൽ ആ പ്രാവുകളെ നമുക്ക് മാക്സിമം അതിന്റെ ടൈമിലോട്ട് എത്തിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ എല്ലാവരും അൺലിമിറ്റഡ് പല സ്ഥലങ്ങളിലും ടൂർണമെന്റ് 20, 24, 30 ഒക്കെ പറക്കണം നേട്ടമുണ്ട് എന്റെ പ്രാവിനെ അങ്ങനെ പറപ്പിക്കണം, അത് ചിന്തിക്കുക. ക്രമേണ നമ്മൾ ഓരോ ടൈം കണ്ട് മുകളിലോട്ട് വരാൻ ശ്രമിക്കുക. ഒരുപാട് പേര് വിളിച്ചിട്ട് ഓരോരുത്തർ ആഗ്രഹം എനിക്ക് 20 പറത്തണം, അല്ലെങ്കിൽ 25 പറത്തണം, 30 പറത്തണം. അങ്ങനെയല്ല. ഈ നല്ല ടൈം പറത്തിയ എല്ലാ ആൾക്കാരും ആദ്യം 8ഉം 10ഉം അല്ലെങ്കിൽ 13ഉം ടൈമൊക്കെ പറപ്പിച്ച് അതിനെ 15 ആക്കി, അത് 18 ആക്കി, അങ്ങനെ ടൈമിലോട്ട് വന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും ഈ ഫീൽഡിലുള്ളത്. അപ്പൊ ആ ലൈനേജ് കുട്ടി കിട്ടിയിരുന്നാലും നമുക്ക് അതിൻ്റെതായ ലെവലിൽ പറത്തിൽ എടുക്കണമെങ്കിൽ ആ ടൈമിനൊക്കെ പറക്കേണ്ട പ്രാക്കൾ നമ്മളെ കൂട്ടിൽ ഉണ്ടായിരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ വന്ന് നമുക്ക് 20-25 മണിക്കൂർ പറത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല.
അതൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ സംഭവിക്കില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ കൂട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതെന്നിരിക്കാം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളെ കൂട്ടിലുള്ള പ്രാവുകളെ ഒരു ഫുൾ ഓട്ടിച്ചിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ നൈറ്റിലോട്ട് കൂടെ കയറി പറക്കാനുള്ള കഴിവുണ്ടോ എന്ന് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. നൈറ്റ് പറന്നു അല്ലെങ്കിൽ 12 മണി വരെ പറന്നു അപ്പോൾ അത് ഫുള്ള് പറക്കും എന്ന് ഒരിക്കലും ആരും ചിന്തിക്കരുത്. നൈറ്റ് വെയിലില്ല. നമ്മളൊരു 3 മണിക്ക് വിട്ട പ്രാവുകൾ 3 മണി മുതൽ ചിലപ്പം രാത്രി 12 മണി വരെ പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴാ ചിന്തിക്കുക അത് ഫുള്ള് ഇനിയിപ്പോൾ ഞാൻ രാവിലെ ഉള്ള പറവ് കൂടെ ഫുള്ള് കംപ്ലീറ്റ് കൊടുത്താൽ ആ പ്രാവ് 12 മണിക്ക് ഇറങ്ങും എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. കാര്യം 3 മണിക്ക് ശേഷം വെയിൽ കുറഞ്ഞു വരുന്ന ടൈമാണ് പകൽ. ആ 3 മണിക്ക് പ്രാവ് പറന്ന് വീണ്ടും 4, 5, 6, 7 4 മണിക്കൂർ പറക്കുമ്പോൾ രാത്രി 7 മണിയായി. പിന്നെ അതിനുശേഷം 7, 8, 9, 10, 11, 12 5 മണിക്കൂറോ 4 മണിക്കൂറോ കൂടുതൽ പറന്നെന്ന് പറഞ്ഞ് പ്രാവിന് ഫുള്ള് താണ്ടി പറക്കാൻ ഒരിക്കലും പറ്റൂല. അപ്പോൾ പ്രാവിന്റെ ഫുള്ള് പറവ നമ്മൾ നൈറ്റിലോട്ട് കയറ്റുന്നതിനനുസരിച്ച്, അതായത് 3 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ വിട്ട് നൈറ്റിലോട്ട് കയറ്റുന്നതിനനുസരിച്ച് ഓരോ പറവയിലും ശ്രദ്ധിച്ചേക്കണം. ഓരോ പറവയിലും അരമണിക്കൂർ നൈറ്റിലോട്ട് ഇറക്കി വെട്ടിടുക, അരമണിക്കൂർ ഡേയിൽ പറത്തുമ്പോൾ കൂടുക. അപ്പോൾ 1 മണിക്കൂറിൽ പറവ 1 മണിക്കൂർ കൂടി. അതായത് 5 മണിക്ക് പ്രാവിനെ വിട്ടു, 8:30 മണിക്ക് ഇറക്കി അല്ലെങ്കിൽ 9 മണിക്ക് ഇറക്കി. ഇനി നാളെ വിടുമ്പോൾ 4:30 മണിക്ക് വിടുക, പകരം 9:30 മണിക്ക് ഇറക്കുക, വെട്ടിടുക. അപ്പൊ ഈ അരമണിക്കൂർ നൈറ്റിലോട്ട് അരമണിക്കൂർ ഇറക്കുക, ഡേയിൽ അരമണിക്കൂർ ഇറക്കുക. ഈ നൈറ്റ് പറപ്പിക്കുന്ന പ്രാവുകളെ എപ്പോഴും ഒരേ പറവ 2 ദിവസം കൊടുക്കുക. നൈറ്റ് പറപ്പിച്ച് തുടങ്ങുമ്പോൾ പകൽ നമ്മൾ കൊടുക്കുമ്പോഴല്ല. അപ്പോൾ നൈറ്റിൽ പറവ കുറച്ച് സീറ്റിംഗ് ആവും, കുറച്ച് ടൈം കൂടുതൽ, നമ്പർ കൂടുതൽ കിട്ടും ഡേയിൽ. ഒരേ പറവ 2 ദിവസം കൊടുക്കുക. മാക്സിമം നല്ല ഒരു ഐഡിയ ആണ്. ഒരേ പറവ 2 ദിവസം കൊടുത്ത് പ്രാവിനെ ഇറക്കുക. അപ്പോൾ ഇതിന്റെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഡേയിൽ പറഞ്ഞിട്ടുള്ള ഒരു 13 മണിക്കൂറോ 15 മണിക്കൂറോ പറക്കുന്ന പ്രാക്ക് കൊടുക്കേണ്ട റെസ്റ്റ് മാക്സിമം കൊടുത്താൽ മതി. കൂടുതൽ റെസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുഡ് സാധാരണ നോർമലി നമ്മൾ സാധാരണ പ്രാവിന് കൊടുക്കുന്ന ഏത് ടൈമിനാണോ ആ ടൈമിനുള്ള ഫുഡ് കൊടുത്താൽ മതി. പറത്തുന്നതിന് മുന്നേ വെള്ളം കൊടുത്ത് 20 ml വെള്ളം കൊടുത്ത് തന്നെ പ്രാവിനെ പറപ്പിക്കുക. അപ്പോൾ അരമണിക്കൂർ ഫ്രണ്ട്, അരമണിക്കൂർ ബാക്ക്, അതായത് തുടക്കവും അരമണിക്കൂർ ഇറക്കി അങ്ങനെ ഡിസ്റ്റൻസ് ചെയ്ത് കുറച്ച് ടൈം ഇറക്കി ഇവിടെ ഇറക്കുക, അവിടെ കയറ്റുക, നൈറ്റ് ടൈം കയറ്റി പ്രാവിനെ ചവിട്ടിക്കുക. അങ്ങനെ ടൈമിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 മണിക്കൂർ പറക്കാൻ അല്ലെങ്കിൽ 14 മണിക്കൂറോ ഒക്കെ പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവുകളാണെങ്കിൽ മാക്സിമം നമ്മൾ ഈ 3 മണിയിൽ നിന്ന് നൈറ്റിലോട്ട് കുറച്ച് ടൈം കൂട്ടി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഹെഡ്സ് 14 മണിക്കൂറൊക്കെ പറക്കാൻ കഴിവുള്ളാണെങ്കിലും ആ ടൈം നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ 20 മണിക്കൂറോ 18 മണിക്കൂറോ പറഞ്ഞില്ലെങ്കിലും 13-ൽ ചവിട്ടാതെ അത് നൈറ്റിലോട്ട് കയറി ഒരു 14-15 മണിക്കൂറൊക്കെ കയറി ചവിട്ടിത്തരും. അതിന് നല്ല ഒരു ട്രെയിനിങ് ആണ് ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള ട്രെയിനിങ്. അതായത് എപ്പോഴും നമ്മൾ പകലിൽ നിന്ന് പറത്തുക, നൈറ്റിലോട്ട് തന്നെ ഇറക്കുക. അപ്പൊ കുറച്ച് ടൈം 2 കാര്യങ്ങളിലോട്ട് മെമ്മറി വരും പ്രാവിന്റെ. കുറച്ച് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ 4 മണിക്ക് വിട്ടാൽ 4, 5, 6, 7 3 മണിക്കൂറായി. 8, 9, 10 6 മണിക്കൂറാകുമ്പോൾ നൈറ്റും പറന്നു, ഡേയും പറന്നു, നൈറ്റും പറന്നു എന്നുള്ള ഇത് പ്രാവിന്റെ മെമ്മറിയിലോട്ട് നമ്പർ 2 ഒരേ പറവ 2 ദിവസം വീതം ഇങ്ങനെ കൊടുക്കുക. ഇന്നും ഒരേ ടൈം, നാളെ ഒരേ ടൈം, അടുത്ത വീണ്ടും റെസ്റ്റ് കൊടുക്കുക, വീണ്ടും അടുത്ത് ഇതേപോലെ അരമണിക്കൂർ മാറ്റുന്നതിനനുസരിച്ച് കയറി വരും. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ പറത്തിയിട്ട് ഈ ടൈമിലോട്ട് പ്രാവ് ഇറങ്ങി വരുമ്പോഴേ 12 മണിക്ക് നമ്മൾ വിട്ടു, ഒരു 9 മണിക്കൊക്കെ പ്രാവ് ഇറങ്ങുമ്പോൾ വേറെ കുഴപ്പമില്ല, വെട്ടിനാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡേ നമ്മൾ അതേപോലെ ടൈം ഇറക്കുക, രാത്രിയിലും നൈറ്റും അതേപോലെ ടൈം കൂട്ടുക. അപ്പോൾ പ്രാവ് കറക്റ്റായിട്ട് ഇറങ്ങി വരുന്നു. വീണ്ടും നമ്മൾ ഒരു 10 മണിക്ക് പകലിൽ പ്രാവിനെ പറത്തി 10 മണിക്ക് കറക്റ്റായിട്ട് പ്രാവിനെ പറത്തിയിട്ട് വീണ്ടും ആ പ്രാവ് 9:30, 10 മണിയിലോട്ട് വീണ്ടും ഒരു കുഴപ്പമില്ല പോകണമെങ്കിൽ ആ പ്രാവിനെ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഫുഡ് കാര്യങ്ങളൊക്കെ ലെവലാക്കി ആ പ്രാവിന്റെ ബോഡി ടെമ്പറൊക്കെ നോക്കിയിട്ട് അത് നമ്മൾ ലോഫ്റ്റിലുള്ള ഓരോ പ്രാവിനെ പറത്തുമ്പോഴും അതിന്റെ പറവയിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ പേരിന്റെ കുട്ടികളെ പറത്തുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രകാരം പറത്തുമ്പോൾ അതിന്റെ പറവയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഇനി നേരത്തെ ഇറങ്ങുന്ന പ്രാവുകളും ഉണ്ടാവും. അപ്പൊ അതിന്റെ പറവ 2-3 തവണ നമ്മൾ നോക്കിയിട്ട് ആ പറവ അതേ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മളിട്ട് ചുറ്റിപ്പിടിപ്പിച്ചിട്ട് കാര്യമില്ല, അത് അത്രേ പറക്കും. അല്ല ഞാൻ ഈ പറയുമ്പോൾ ഇനി അൺലിമിറ്റഡ് നല്ല ലെവലിൽ പറന്ന് വരുന്നുണ്ട്. 10 മണിക്ക് പകൽ 10 മണിക്ക് പറത്തി വീണ്ടും രാത്രി 10 മണി വരെയൊക്കെ പറക്കണമെങ്കിൽ ആ പ്രാവ് നല്ല പ്രാവാണ്. ആ പ്രാവിനെ നമ്മൾ പന്തയത്തിന് സെലക്ട് ചെയ്യാം. ആ പ്രാവുകൾ അൺലിമിറ്റഡ് നല്ല ലൈനിലുള്ള പ്രാവുകളാണ്. അവരെ നമ്മൾ വീണ്ടും 9 മണിക്ക് പറത്താം. വീണ്ടും അത് 10 മണിക്കോ 11 മണിക്കോ അതുവരെയൊക്കെ പറക്കണമെങ്കിൽ കൺഫേം. പിന്നെ എപ്പോഴും ഇത് നേരത്തെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ, അതായത് പ്രാവ് ഇങ്ങനെ പറക്കും
എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇതേപോലത്തെ ഒരു പേരന്റെ കുട്ടി ഇങ്ങനെ പറന്ന് വരുന്നു, അല്ലെങ്കിൽ 10 മണി മുതൽ രാത്രി 9:30-10 മണി വരെയൊക്കെ പറക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രാവ് കൺഫേം നല്ലൊരു അൺലിമിറ്റഡ് പ്രാവാണെന്ന് നിങ്ങൾക്ക് ടൈം കുറിച്ച് തരും എന്നുള്ളത് നിങ്ങൾ അതോടെ മനസ്സിലാവും. അപ്പൊ ആ പേർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതേപോലുള്ള ട്രെയിനിങ്ങുകൾ ഞാൻ ഈ പറഞ്ഞ കണക്കിന് തന്നെ ട്രെയിനിങ് മാക്സിമം നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അവരവരുടെ ലോഫ്റ്റിൽ. അപ്പോഴേ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, ഇങ്ങനെ പറത്തുമ്പോൾ ആദ്യമായിട്ട് പറത്തുമ്പോൾ മിസ്സാവുന്ന പ്രാവുകൾ ഉണ്ടാവും. മിസ്സായിട്ട് ചില പ്രാവുകൾ ആദ്യം തന്നെ പേടിച്ച് മിസ്സായിരുന്നാലും അത് റിട്ടേൺ വരും, പിറ്റേ ദിവസം തന്നെ കറക്റ്റായിട്ട് വരും. എന്നിട്ടും നോക്കുക, 2-3 ദിവസമൊക്കെ നോക്കുക. അത് വീണ്ടും അങ്ങനെ തന്നെ ആണെങ്കിൽ പിന്നെ അതിനെ പറത്തി മെനക്കെടാണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നല്ല പ്രാവുകൾ കറക്റ്റായിട്ട് മിസ്സായ രണ്ടാമത്തെ ദിവസം പറത്തുമ്പോൾ അങ്ങനെ മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. കറക്റ്റായിട്ട് ലോഫ്റ്റിൽ തന്നെ അത് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ അധികം നേരം ലോഫ്റ്റ് സ്റ്റാൻഡിൽ ഇരുത്താതിരിക്കുക. പ്രാക്കളെ തട്ടിലോട്ട് ഇറക്കി ഫുഡ് കൊടുത്ത് കറക്റ്റ് ചെയ്യുക, കൂട്ടിൽ ലോഫ്റ്റിൽ അടയ്ക്കുക. കാരണം ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൂർണമെന്റിന് പ്രാവുകളെ പിടിച്ച് കാണിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി മാക്സിമം ശ്രദ്ധിക്കണം. പ്രാവുകൾ ഇറങ്ങുന്ന സമയത്ത് വലിയ സൗണ്ടുകളോ ശബ്ദങ്ങളോ ഒന്നും അവിടെ എന്തെങ്കിലുമൊക്കെ തകരത്തിന്റെയോ മറ്റ് വലിയ സൗണ്ടുകൾ ഉണ്ടാക്കി പ്രാവുകളെ വിരട്ടാതിരിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നൈറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.